എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് പാറമട മേഖലയെക്കുറിച്ചും ആ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ആ മേഖലയിലുള്ള കൈക്കൂലികളെക്കുറിച്ചുമൊക്കെ കഴിവേറിയ ജിയോളജിസ്റ്റുകൾ എന്ന പേരിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം കൊട്ടാരക്കരയിലുള്ള ജ്യോതിഷ് എന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പാറമടയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ജിയോളജിസ്റ്റുകൾ കാണിക്കുന്ന കൊള്ളരുതായികളെക്കുറിച്ചും അമിതമായ കൈക്കൂലികളെക്കുറിച്ചും ഒക്കെ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തന്നതും ഞങ്ങൾ വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടു കാണും. അതുകൊണ്ടായിരിക്കാം മൈനിങ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനെ 15,000 രൂപ കൈക്കൂലി വാങ്ങിച്ചതിന് വിജിലൻസ് അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ജാഗ്രത ന്യൂസ് പുറത്തുവിട്ട വീഡിയോ ധാരാളം പേര് എനിക്ക് അയച്ചു തന്നു. 100 കണക്കിന് ആളുകൾ എനിക്ക് അയച്ചു തന്നു. ഞങ്ങൾ വീഡിയോ ചെയ്തതിന് ശേഷം മൈനിങ് ആൻഡ് ജിയോളജി സ്റ്റാഫുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങളെ അറിയിക്കാൻ വേണ്ടിയായിരിക്കും ഈ വീഡിയോ അയച്ചു തന്നത്. കേരളത്തിലെ പാറമടക്കാരും ഇഷ്ടിക കളക്കാരും വെട്ടുകല്ല് മടക്കാരും അവർക്കൊരു ധൈര്യം തോന്നിയിട്ട് അവർ മനസ്സ് തുറന്ന് കൊടുത്തിട്ടുള്ള കൈക്കൂലിയുടെ തുകയൊന്ന് അവർ പറയുകയും ഗവൺമെൻറ് ആ തുക ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്താൽ കേരളത്തിൽ ഇന്നുള്ള കടം 7 ലക്ഷം കോടി രൂപയാണെങ്കിൽ അതിൻ്റെ ഒരു 1/3 വീട്ടാൻ ഈ തുക മതിയാകും എന്നതാണ് സത്യം. ഞാൻ പല പാറമടക്കാരോടും ചോദിച്ചു, നിങ്ങൾക്കറിയാമെങ്കിൽ കൈക്കൂലി വാങ്ങാത്ത ഒരു ജിയോളജിസ്റ്റിൻ്റെ പേര് പറയാമോ? അവർക്ക് ആർക്കും അങ്ങനെ ഒരു പേരറിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈ മേഖല മുഴുവൻ അല്ലെങ്കിൽ 99% കൈക്കൂലിക്കാർ എന്നല്ലേ അതിൻ്റെ അർത്ഥം? ചെറിയ തുകയൊന്നുമല്ല വാങ്ങിച്ചു കൂട്ടുന്നത്. ചുടുകട്ട ഇഷ്ടിക ഉണ്ടാക്കുന്ന കളക്കാരോട് ചോദിച്ചാൽ അതിനാവശ്യമായ കളിമണ്ണ് എടുക്കുന്നതിന് ജിയോളജിസ്റ്റുകൾ 4-5 വർഷം മുമ്പൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന 1.5 കോടി രൂപയൊക്കെയാണെന്നാണ് പറയുന്നത്. അത്ര അവർ ചോദിക്കുന്നത്. പക്ഷേ ആരും ജിയോളജിസ്റ്റുകൾ ചോദിച്ച തുകയോ കൊടുത്ത തുകയോ ഒന്നും പുറത്ത് പറയാൻ ധൈര്യം കാണിക്കുകയില്ല എന്നതാണ് മൈനിങ് ആൻഡ് ജിയോളജി ഉദ്യോഗസ്ഥന്മാരുടെയും ജിയോളജിസ്റ്റുകളുടെയും ധൈര്യം. ഇത് സംസ്ഥാന വ്യവസായ വകുപ്പ് സെക്രട്ടറി മുതൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ ഓഫീസിലെ പിയൂൺ വരെ ഈ വലിയ അഴിമതിയുടെ ഭാഗമാണ്. പാറമടക്കാരെ സംബന്ധിച്ചും ഇഷ്ടിക ചൂളക്കാരെ സംബന്ധിച്ചും അവർ വലിയ തുക കടമെടുത്തും വസ്തുവകകളും കിടക്കുന്ന വീട് സഹിതം ഈട് വച്ചും ഒക്കെയാണ് ഇതിനുള്ള മുടക്കുമുതൽ കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തി ഞാണിന്മേ കളിക്കുന്ന കളി നടത്തുന്ന ഒരു ബിസിനസ്സാണ് പലരുടെയും ഇത്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ ഭയമാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അനേക വ്യക്തികളോട് ഞാൻ ഈ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം ഭയമാണ്. അതതിൻ്റെ കാര്യം, ഭയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ പ്രേക്ഷകർക്ക് ഒരു തോന്നൽ തോന്നും, ഞാൻ എന്താ ഈയിടെ പാറമടക്കാരുടെ കാര്യം മാത്രം ഇങ്ങനെ പറയുന്നത്? അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പാറമടയ്ക്ക് ഒന്നോ ചിലപ്പോൾ ഒരു 10 താഴെയൊക്കെ ഷെയറുകാർ കാണുമായിരിക്കും, അവരെ അങ്ങ് വിട്ടേക്ക്. പക്ഷേ ഒരു മടയിൽ ആ മടയെ ആശ്രയിച്ച് 10ഉം 700ഉം 800ഉം 1000ഉം ഒക്കെ ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും ജീവിക്കുന്ന ഒരു ഭാഗമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സമൂഹത്തിലെ ജനസംഖ്യയുടെ നല്ലൊരു ഭാഗം നിർമ്മാണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. അവരുടേക്കെല്ലാം കാര്യങ്ങളുടെ തുടക്കമെന്ന് പറയുന്നത് ഈ പാറമടയിൽ നിന്നായതുകൊണ്ടാണ്. നമ്മുടെ പൊതുവെ മലയാളി സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു അടിസ്ഥാന മേഖല ഈ പാറമട ആയതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത്. അല്ലാതെ ആരുടെ കയ്യിൽ നിന്നും കമ്മീഷൻ മേടിച്ചിട്ടൊന്നുമല്ല. ഇനി ഈ പാറമടക്കാരുടെ യൂണിയനെ പല പീസാക്കി ചെതറിച്ച് നിർത്തിയിരിക്കുകയാണ് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും. അവരുടെ ഇടയിൽ തന്നെയുള്ള ചില കരിങ്കാലികൾ അവരെ തന്നെയും കാലുവാരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. നേരത്തെ ചെറുകിട പാറമടകൾക്കെല്ലാം കൂടി ഒരു സംഘടന ഉണ്ടാക്കി. ഒരു സുപ്രഭാതത്തിൽ അതിനെ വൻകിട പാറമടക്കാരുടെ യൂണിയനുമായി അങ്ങ് ലയിപ്പിച്ചു. ഇതൊരു സംഭവം. വേറൊരു സംഭവം ഞാൻ മനസ്സിലാക്കുന്നത്, ചില വൻകിട സിനിമാ നിർമ്മാതാക്കൾക്ക് പാറമട മേഖലയിൽ വലിയ നിക്ഷേപമുണ്ടെന്നാണ്. കോടികൾ മുടക്കുന്ന സിനിമകൾക്ക് ആദ്യത്തെ 1 മാസത്തിൽ താഴെയാണ് വരുമാനമുള്ളത്. മിക്കവാറും സിനിമയൊക്കെ ഇപ്പം നഷ്ടത്തിലാണ് പോകുന്നത്. അതിനോടൊരു കാരണം ഇതൊക്കെ തന്നെയാണ്. കാരണം താഴെ തട്ടി പണിയില്ല, വരുമാനമില്ല, ആൾക്കാർ എന്നാലല്ലേ ഇത് കാണാൻ പറ്റുള്ളൂ. വീട്ടിൽ ഹോം തിയേറ്റർ ഉള്ളവൻ തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുമോ?
അപ്പോൾ അതുകൊണ്ട് അതും നഷ്ടത്തിലാണെന്നാണ് പറഞ്ഞത്. എന്നാൽ പാറമടകൾ സിനിമ പോലെയല്ല. ഇത് നടത്തി അങ്ങോട്ട് ലാഭം കിട്ടാൻ തുടങ്ങിയാൽ ചിലപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ദീർഘകാലത്തേക്ക് സ്ഥിരമായ വരുമാനമുണ്ട്. അതുകൊണ്ട് പല സിനിമ നിർമ്മാതാക്കളും ഈ മേഖലയിൽ ഇപ്പോൾ പണിയെടുക്കുന്നുണ്ട്. പിന്നെ മറ്റു ചിലർക്ക് കള്ളപ്പണം വെളുപ്പിച്ചാൽ മതി, അങ്ങനെയുള്ളവരും ഈ മേഖലയിലുണ്ട്. രാഷ്ട്രീയക്കാരുടെ ബിനാമികൾ ധാരാളം ഈ മേഖലയിലുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ബിനാമികൾ ധാരാളം ഈ മേഖലയിൽ ഉണ്ട്. എനിക്ക് കേരളത്തിലെ ഒരു പ്രഗത്ഭ സിനിമാ നിർമ്മാതാവിൻ്റെയും അയാളുടെ ബിനാമിയായി പ്രവർത്തിക്കുന്ന ഒരു യുവാവിൻ്റെയും പേരുകളും ചിത്രങ്ങളും സഹിതം കഴിഞ്ഞ ദിവസം ഒരു കോറിക്കാരൻ അയച്ചു തരികയുണ്ടായി. ഞാനതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. അതുപോലെ വിവരാവകാശ പ്രവർത്തകർ എന്ന പേരിൽ ചില തട്ടിപ്പുകാർ ഈ പാറമടക്കാരോട് വില പേശി പണം ഉണ്ടാക്കുകയും ചോദിക്കുന്ന തുക കൊടുത്തില്ലെങ്കിൽ പരാതികൾ കൊടുത്ത് ഈ ക്രഷറുകളും മടകളും പൂട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു താലൂക്കിൽ നടക്കുന്ന പാറമടക്കെതിരെ പരാതി കൊടുക്കുന്നത് വേറൊരു താലൂക്കിൽ താമസിക്കുന്നവൻ. എന്നാൽ അവന് ഈ പരാതി കൊണ്ട് കൊടുക്കുമ്പം പരാതി മേടിക്കുന്ന ഉദ്യോഗസ്ഥൻ ചിന്തിക്കണ്ടേ, ഇത്രയും അധികം ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു വ്യവസായ മേഖല തകർക്കരുതെന്ന്. എന്നാൽ അയാളും അങ്ങനെ ചിന്തിക്കില്ല. കാരണം എന്നറിയോ, ഈ ഉദ്യോഗസ്ഥനും ഇവന്മാരുമായിട്ടൊരു ബന്ധമുണ്ടെന്നുള്ളതാണ് കാരണം. എന്നതാ, ഈ വ്യാജ വിവരാവകാശ പ്രവർത്തകനും ഈ ഉദ്യോഗസ്ഥന്മാരുടെ ആളാണ്. അങ്ങനെയുള്ള പലരെ ഞങ്ങൾ ഈയിടെ കണ്ടുമുട്ടി. ഞാൻ ജീവിതത്തിൽ ഓർത്തുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ കൈക്കൂലി കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് MVD ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നായിരുന്നു. ചിലപ്പോൾ ചെക്ക് പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്കും കിട്ടുമായിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ മൈനിങ് ആൻഡ് ജിയോളജിയുടെ മേഖല പഠിച്ചു ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലായി, മൈനിങ് ആൻഡ് ജിയോളജിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലും ജിയോളജിസ്റ്റുകളുടെ മുമ്പിലും MVDയുടെ ഉദ്യോഗസ്ഥന്മാരും ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വെറും ശിശുക്കൾ മാത്രമാണ്. MVDക്കും ആ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ആഴ്ചയിൽ ഒരു 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയൊക്കെ കൈക്കൂലി കിട്ടുമെന്ന് പറയപ്പെടുന്നു. അതിനുള്ള കളികളൊക്കെ അതിനകത്തുണ്ട്. എന്നാൽ മൈനിങ് ആൻഡ് ജിയോളജിയിലെ ജിയോളജിസ്റ്റുകൾക്കും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും കിട്ടുന്ന വരുമാനത്തിൻ്റെ കണക്ക് നമ്മളൊക്കെ സ്വപ്നം കാണുന്നതിനും അപ്പുറത്താണ്. കേരളത്തിൽ മണ്ണെടുക്കുന്നതിനും കല്ല് പൊട്ടിക്കുന്നതിനും ഇഷ്ടികച്ചൂള നടത്തുന്നതിനും പാറമടകൾ നടത്തുന്നതിനും മൈനിങ് ആൻഡ് ജിയോളജി ഉദ്യോഗസ്ഥന്മാർക്ക് ഇടപെടാം എന്ന രീതിയിലാണ് നിയമങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. താലൂക്ക്, വില്ലേജ്, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ മേഖലയിൽ ഇടപെടാം. എന്നാൽ അവർക്ക് എന്തെങ്കിലും നക്കപ്പിച്ച കൊടുത്ത് ഒഴിവാക്കുക പതിവ്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ LDF ഭരണകാലത്ത് പ്രാദേശികമായി നിയമവിരുദ്ധമായ ധാരാളം ചെറുകിട പാറ പൊട്ടിക്കലുകൾ സഖാക്കന്മാർ ലോക്കൽ നേതാക്കന്മാരുടെ പിന്തുണയോടെ നടത്തി കോടീശ്വരന്മാരായിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ ആളുകളുടെ ഡീറ്റെയിൽസും ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കൈ കിട്ടി. കഴിഞ്ഞ ഭരണകാലത്ത് അനധികൃതമായി എന്ത് നടത്താനും ധൈര്യമുള്ളവർക്ക് കഴിയുമായിരുന്നു. സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ എന്തു സംരക്ഷണവും ഉണ്ടായിരുന്നു. അവർക്ക് എന്ത് വില്ലേജ് ഓഫീസർ, അവർക്ക് എന്ത് താലൂക്ക് ഓഫീസർ, അവർക്ക് എന്ത് പോലീസ്, എന്ത് മൈനിങ് ആൻഡ് ജിയോളജി, എല്ലാവർക്കും ചില്ലറ ആവശ്യം പോലെ വീതിച്ചു കൊടുക്കും. സർക്കാരിലേക്ക് 1 രൂപ റോയൽറ്റി അടയ്ക്കാതെ, നിയമപരമായി നടക്കേണ്ട സ്ഥാപനങ്ങൾ അനുമതി കൊടുക്കാതെ പെൻഡിങ് ഇട്ടിട്ട് ഒരു പേപ്പറും ഇല്ലാത്തവൻ കല്ലും പൊട്ടിച്ച് മണ്ണും എടുത്ത് കോടാനുകോടികൾ ഉണ്ടാക്കി. വേണ്ടി വന്ന നിയമം കയ്യിലെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഒരുത്തം പറയുന്നത് കേട്ടില്ലേ? കേസൊന്നുമില്ല, ഇവിടെ ആരും കേട്ടിട്ടില്ല. ഇടുക്കി ജില്ലയിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ വലിയ ലോബികൾ തന്നെ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കട്ടപ്പനക്കാർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റും, അവിടെ മണ്ണും കല്ലും നീക്കം ചെയ്യുന്ന ഒരു വലിയ മാഫിയ തലവനുണ്ട്, പാർട്ടിയുടെ നേതാവുമാണ്. പക്ഷേ ഒരുത്തനും പറയല, കാരണം അവനൊക്കെ ജീവനി കൊതിയുള്ളതുകൊണ്ട് മനുഷ്യൻ പറയലിത്. ഇടുക്കി ജില്ലയിൽ ഭൂരിപക്ഷ സ്ഥലങ്ങളും പരിതസ്ഥിതി ലോല പ്രദേശങ്ങളായതുകൊണ്ട് അവിടെ 1500 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരു നിർമ്മാണങ്ങൾക്കും പെർമിറ്റ് ലഭിക്കില്ല. 1500 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള കെട്ടിടങ്ങൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളാണല്ലേ പെർമിറ്റ് കിട്ടുകയുള്ളൂ. താനും കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് LDF ഗവൺമെൻറ് പ്രഖ്യാപിച്ചു, അനധികൃതമായി പണിത കെട്ടിടങ്ങൾക്ക് ഏതാണ്ടൊക്കെ വ്യവസ്ഥകൾ വെച്ച് പെർമിറ്റ് കൊടുക്കും. അപ്പോൾ അതിനു മുമ്പ് പെർമിറ്റ് ഇല്ലായിരുന്നു എന്നുള്ളത് സത്യമല്ലേ? അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കണം, ഇടുക്കി ജില്ലയിൽ നടന്ന മണ്ണുമാറ്റലും കല്ല് പൊട്ടിക്കലും കെട്ടിട നിർമ്മാണവും എല്ലാം അനധികൃതമാണ് എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പോലീസ്, വില്ലേജ്, താലൂക്ക്, RDO, മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കോടാനുകോടികൾ കിട്ടിയിട്ടുണ്ട്, അവരുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതല്ലേ അർത്ഥം? അത് തന്നെയാണ് സത്യവും.
കേരളത്തിൽ സത്യസന്ധമായി ഒരു പ്രസ്ഥാനം നടത്താൻ സാധിക്കില്ല. അത്രത്തോളം നൂലാമാലകൾ പിടിച്ചതാണ് ഇവിടുത്തെ പേപ്പർ വർക്കുകൾ അല്ലെങ്കിൽ നിയമ സംവിധാനം. ആകാശത്തിന് കീഴിലുള്ള സകല സർട്ടിഫിക്കറ്റുകളും അവന്മാർ ചോദിക്കും. ഈ ദിവസങ്ങളിൽ ചില വ്യക്തികൾ എന്നോട് പറഞ്ഞു, അവരുടെ കൈകളിൽ തെളിവുണ്ട് ഉദ്യോഗസ്ഥന്മാർ വ്യാജരേഖകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അതിൻ്റെ രേഖകൾ അവർ ഈ ദിവസങ്ങളിൽ തരാമെന്ന് പറഞ്ഞു. അത് കിട്ടുന്ന മുറയ്ക്ക് ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കിയ വ്യാജരേഖകളുടെ വിഷയത്തെക്കുറിച്ച് വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്നറിയാമോ? ആകെ ഒറ്റ ഉദ്ദേശമുള്ളൂ, കൈക്കൂലി മേടിക്കണം. കാശ് കൊടുക്കേണ്ടതുപോലെ കൊടുത്താൽ അമ്മയും അപ്പനെയും വരെ ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കി തരും സർട്ടിഫിക്കറ്റിൽ. ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ പൊതുക്കടം ഏതാണ്ട് 7 ലക്ഷം കോടി രൂപയാണ്. അത് വീട്ടാൻ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും കൂടി അടിച്ചു മാറ്റിയ തുകയുടെ ഒരു വീതം തിരിച്ചു പിടിച്ചാൽ നമുക്ക് സാധിക്കും. അത് ഏറ്റവും മുകൾ മുതൽ താഴെ പഞ്ചായത്ത് മെമ്പർ വരെ നടത്തിയ അഴിമതികളിൽ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ, സത്യസന്ധമായി അന്വേഷിച്ച് നടപടിയെടുത്താൽ നിലവിലെ രാഷ്ട്രീയക്കാരിലും ഉദ്യോഗസ്ഥന്മാരിലും 90% അകത്തു പോകും. കേരളത്തിലെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടെ അടിച്ചു മാറ്റിയ തുക തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ കേരളം സമ്പൽ സമൃദ്ധമാവും. പക്ഷേ ഒരു ചോദ്യമുണ്ട്, ഇതാര് ചെയ്യും? കള്ളനെ പിടിക്കാൻ കൊള്ളക്കാരൻ പറയുമോ? നിങ്ങൾ പറ. 99% രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കൈകളിൽ അഴിമതിയുടെ കറകളുണ്ട്. ഇപ്പോൾ കള്ളന്മാരും കൊള്ളക്കാരുടെ ചേർന്ന് നാട് കൊള്ളയടിക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യുവാക്കളെല്ലാം ഇവിടുന്ന് നാട് വിട്ടു പോകുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, മധ്യവയസ്കരും കിട്ടുന്ന വിലയ്ക്ക് വസ്തുവകകൾ വിറ്റ നാട് വിടാൻ ആലോചിക്കുന്നു. കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, കൊടുത്താൽ പലരും പോയവരെ. അതുകൊണ്ട് മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസിലെ സ്റ്റാഫ് ശ്രീധരൻ കൈക്കൂലി മേടിക്കുന്നതിൻ്റെയും അവരെ വിജിലൻസ് പിടിച്ചതിൻ്റെയും കപ്പിലെ രാസലായനിയിൽ കൈമുക്കി കളറ് മാറിയതിൻ്റെയും ഒക്കെ വീഡിയോ കണ്ട് നിങ്ങൾ സന്തോഷിച്ചു. പക്ഷേ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ 4 ദിവസം കഴിയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ യൂണിയൻ നേതാക്കൾ വരും. കാരണം കള്ളനെ രക്ഷിക്കേണ്ടത് കൊള്ളക്കാരൻ്റെ ആവശ്യമാണ്. അവരത് ചെയ്യും. 2-3 മാസം കഴിയുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പ്രൊമോഷനോടുകൂടി, ഇപ്പം താഴേക്കടയിലുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇനി അയാൾ ജിയോളജിസ്റ്റായിട്ട് തിരിച്ച് സർവീസിൽ കയറും. വാർത്ത കണ്ട നാട്ടുകാർ വിഡ്ഢികളുമാകും. അതേ സ്ഥാനത്ത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം 100 രൂപ കൈക്കൂലി മേടിച്ച ആളിനെ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടു, ഒരാനുകൂല്യമില്ലാതെ. അതിൻ്റെ വീഡിയോ കണ്ടോ? അതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യ ഭരണം. ഇവിടെ നടക്കുന്നതല്ല. ഇവിടെ നടക്കുന്നത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തേർവാഴ്ച. അല്ലെങ്കിൽ ഇതിനു മുമ്പ് കൈക്കൂലി കേസിൽ പിടിച്ച ഒരാളെയാലും ശിക്ഷിച്ചതായിട്ട് നിങ്ങൾക്കറിയാവോ? അല്ലെ എത്ര പേരെ ശിക്ഷിച്ചതായിട്ട് നിങ്ങൾക്കറിയാം? നിങ്ങളുടെയൊക്കെ വീടിനടുത്ത് എവിടെയെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൈക്കൂലിക്ക് പിടിച്ച് അയാളുടെ പണി പോയതായിട്ട് അറിയാമോ? പക്ഷേ അങ്ങനെ നടക്കണമെങ്കിൽ കഴകത്തുള്ള ഒരു ഭരണം വരണം. അങ്ങനെ ഒരു ഭരണം വന്നാൽ, ആർജവമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം വന്നാൽ, സംസ്ഥാനത്തിൻ്റെ പൊതുക്കടം വീട്ടാൻ സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടെ അടിച്ചു മാറ്റിയതിൻ്റെ ഒരു വീതം പിടിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ കേരളത്തിൻ്റെ കടം വീട്ടാൻ എന്തൊക്കെയാണ് വഴിയെന്ന് പലരും ചർച്ച ചെയ്യുന്നത് കേൾക്കാം. ചിലർ പറയും ആറ്റിലെ മണലെല്ലാം മാറിയാൽ മതി. ചിലർ പറയും കൂട്ടത്തിൽ ഡാമിലെ മണലും കൂടെ മാറിയാൽ മതി. ചിലർ പറയും അതല്ല, നമ്മളുടെ ധാതു വിഭവങ്ങൾ പലതും ഉണ്ട്, യുറേനിയം ഉണ്ട്, തോറിയം ഉണ്ട്, ഇറിഡിയം ഉണ്ട്, കരിമണലിനകത്തുണ്ട്, അവിടെയുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇതിലൊക്കെ അപ്പുറം ഞാൻ പറയുന്നു, സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടെ അടിച്ചു മാറ്റിയതിൻ്റെ ഒരു വീതം തിരിച്ചു പിടിച്ചാൽ, അത് മുഴുവൻ പിടിക്കുമൊന്നും വേണ്ട, ഒരു വീതം തിരിച്ചു പിടിച്ചാൽ ഈ 7 ലക്ഷം കോടി രൂപ എന്ന് പറയുന്ന കടം വീട്ടാൻ തികയാവുന്ന രീതിയിൽ ഇവന്മാർ മണ്ട തൊട്ട് താഴെ വരെ, താഴെ തൊട്ട് മണ്ട വരെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത് ആരെങ്കിലും പിടിച്ചെടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായാൽ നമ്മുടെ കടം നിസ്സാരമായിട്ട് വീടുകയും കേരളം സമ്പൽ സമൃദ്ധമാകുകയും ചെയ്യും എന്ന അറിവ് പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.